പ്രത്യേകിച്ച് അറിയിപ്പുകളൊന്നും ഉണ്ടാകുകയില്ല. ഓപ്പണിംഗ് പ്രയർ ഗവർണർ ഡോക്ടർ എൻ ഡി ലാസ്റ്റർ റോബർട്ട് 305 പാട്ട് ഗായക സംഘം പാടും. ആ സമയം നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. അതിനുശേഷം ഇംഗ്ലീഷിലും മലയാളത്തിലും 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കും. തുടർന്ന് ബെനറ്റ് സാറും അതിനുശേഷം ഞാനും അച്ഛൻ്റെ ശുശ്രൂഷകളെ ഓർമ്മിച്ച് സംസാരിക്കുകയും 310-ാമത്തെ പാട്ട് പാടിയതിനു ശേഷം പ്രിയ ഗ്ലാസ്കൻ അച്ഛൻ സമാപന പ്രാർത്ഥന നടത്തും. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ഒരുമിച്ച് പ്രാർത്ഥിച്ച് ആശീർവാദത്തോടെ ഈ ആരാധന അവസാനിക്കും. ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ ജോലിക്ക് തടസ്സം വരാതെ ഓരോരുത്തരും അവരവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നന്നായി പ്രവർത്തിക്കുക. കണ്ടവർക്ക് മടങ്ങിപ്പോകാം. ഈ ആരാധനയിൽ ഇനിയും ആളുകൾ വരാനുണ്ട്. ഈ വശത്ത് ആളുകൾ ഇരുന്നാൽ മറ്റുള്ളവർക്ക് ഞങ്ങളുടെ കർത്താവെ, വേദനയോടും കണ്ണീരോടും കൂടെ ക്രൂശിലേക്ക് ഞങ്ങൾ നോക്കുന്നു. ധന്യമാർന്ന ജീവിതം ഈ ഭൂമിയിൽ അവതരിപ്പിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്ന പ്രിയ അച്ഛൻ്റെ ഓർമ്മയുടെ മുൻപിൽ ഞങ്ങൾ നിൽക്കുന്നു. കർത്താവെ, അവർ നിന്റെ ജീവന പുനരുദ്ധാനമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചുവല്ലോ. ആ പാതയിലൂടെ പ്രത്യാശയുടെ തീരത്തേക്ക് അണയുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കൊച്ചമ്മയ്ക്കായി, മക്കൾക്കായി, കുടുംബാംഗങ്ങൾക്കായി, കാരക്കോണം മെഡിക്കൽ കോളേജ് കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സമാധാനവും ആശ്വാസവും അവിടുന്ന് പകരണമേ. പ്രിയ മക്കളുടെ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കാളികളാകുമ്പോൾ അവർക്കത് സമാധാനത്തിനും ദൈവീയ കൃപയ്ക്കും കാരണമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണം. വേദനിക്കുന്ന ഹൃദയങ്ങളെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. ഈ ശുശ്രൂഷ ഭംഗിയായി സ്വന്തമായി ചെയ്യുവാൻ, ഞങ്ങൾ പ്രത്യാശയുടെ തീരത്തേക്ക് അണയുവാൻ ഞങ്ങളെ അവിടെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങൾ ഞങ്ങളെ സമർപ്പിക്കുന്നു. അവിടുത്തെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. ക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഗീതം 305. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊള്ളവരെയും യേശു മുഖാന്തരം അവനോടുള്ളവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും.
ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കാൻ മേഘങ്ങൾ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളും. ഈ തിരുവചനങ്ങളുടെ as others who have no hope. For if we believe that Jesus died and rose again, even so God will bring with him those who sleep in Jesus. For this we say to you by the word of the Lord, that we who are alive and remain until the coming of the Lord will by no means precede those who are asleep. For the Lord himself will descend from heaven with a shout, with the 43 മാർച്ച് 28 നമ്മുടെ ബഹുമാനപ്പെട്ട അഭിവന്യ യേശുദാസൻ തിരുമേനിയുടെ സഹോദരിയുടെ മകനായി ജനിച്ചു. ദക്ഷിണ കേരള മഹായിടവകയുടെ വൈദിക ശ്രേഷ്ഠനായി വളരെ കാലം സേവനം അനുഷ്ഠിച്ചു. കാട്ടാക്കട ഡിസ്ട്രിക്ട് ചെയർമാനായിരിക്കുന്ന സമയത്ത് അമേരിക്കയിലേക്ക് ഉപരിപഠനത്തിനും അതിനോടൊപ്പം അവിടെ തന്നെ ശുശ്രൂഷ ചെയ്യുന്നതിനുമായി ദൈവം അദ്ദേഹത്തെ കുടുംബത്തെയും വിളിച്ചു. അവിടെ ആയിരിക്കുന്ന സമയത്ത് ഫെയ്ത്ത് യുണൈറ്റഡ് മെത്തഡിസ്റ്റ് ചർച്ച് മയാമിയുടെ പാസ്റ്ററായി ആ സമയത്തും എപ്പോഴും ദക്ഷിണ കേരള മഹായിടവകയുടെ കാലക്കോണം മിഷൻ ഹോസ്പിറ്റലിനായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ സ്ഥാപനത്തോട് ഒരു പ്രത്യേക സ്നേഹവും പ്രത്യേക ബന്ധവും ഉണ്ടായിരുന്നു. മെഡിക്കൽ കോളേജ് ആകുന്നതിന് വേണ്ടി വെറും പ്രാർത്ഥനയിൽ മാത്രമല്ല, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മക്കളും കുടുംബവും ചേർന്ന് അന്നിവിടെ ഉണ്ടായിരുന്നവർക്കറിയാം, അവിടുത്തെ ഹോസ്പിറ്റലുകളിൽ നിന്നും അതിൻ്റെ ചീഫുകളുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് ഉപകരണങ്ങൾ സഹിതം ഒരു മെഡിക്കൽ കോളേജ് ഇൻസ്പെക്ഷന് വരുമ്പോൾ കോടിക്കണക്കിന് വിലയുള്ള ഇത് നമുക്കിവിടെ വാങ്ങാൻ പൈസ ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്താൽ കഴിയുന്നത് അദ്ദേഹം കണ്ടെയ്നറുകളിൽ മൈലുകളോളം യാത്ര ചെയ്ത് പല ഹോസ്പിറ്റലുകളിൽ നിന്നും ശേഖരിച്ച് ഷിപ്പ് ചെയ്ത് തൂത്തുക്കുടിയിലെത്തിക്കുകയും അതിനോടനുബന്ധിച്ച് കാലക്കുളത്തുള്ള ടീം അതിനുവേണ്ടി പ്രയത്നിക്കുകയും ഇവിടെ എത്തിക്കുകയും ചെയ്തു. ആ ജീവിതം മെയ് മാസം 7-ാം തീയതി നമ്മളോട് യാത്ര പറഞ്ഞു. With heavy hearts, we bid farewell to Reverend Deva Godwin, a pillar of strength and source of inspiration to our medical college community, especially the nursing school community. Reverend Deva Godwin dedicated over 2 decades of his life to serve as a beacon of hope and guidance, leaving an indelible mark on the chaplaincy department and the hearts of all who have had the privilege to know him. He headed the chaplaincy department, played a pivotal role in the reformation of our chaplaincy department, taking into account the knowledge he gained as chaplain in the US, recognized the integral role spirituality plays in the holistic well-being of our students and the staff. Through his tireless efforts, he many a times uplifted the educational needs of the School of Nursing students, ensuring that they
just not receive only academic instructions, financial support, but also spiritual nourishment and emotional support to thrive in their chosen profession. Beyond the classroom, Reverend Godwin was a trusted confidant and counselor, always offering solace and guidance to countless members of our community during times of joy and sorrow. His compassionate ear and wise counsel provided comfort and reassurance to all who sought his guidance, fostering a culture of empathy and understanding within our institution. He was a steadfast advocate for the spiritual growth and enrichment of our community, organizing retreats for the nursing college students, nursing school students, and paramedical students, taking moral classes and various biblical sessions that challenged and inspired us to lead lives of purpose and integrity. His unwavering commitment to fostering a culture of inclusivity, love, and compassion has left an imprint on our institution's ethos, shaping generations of staff and students. Today, as we mourn the loss of Reverend Godwin, let us also celebrate the profound legacy he leaves behind. A legacy of compassion, a legacy of service, and a legacy of unwavering faith. Though he may no longer walk among us, his spirit will definitely continue to guide and inspire us in all our endeavors. We extend our deepest condolences to his family, to the friends, and all whose lives he touched. I pray that his memory would be a blessing to all of us, and the light he was to this campus keep shining, and the flame of the light he lit continue to spread each day, not only in our campus, but all around. Thank you. At this time, may I invite Dr. Ansha Merlin, the principal of our medical college, superintendent of the institution, Dr. Baburaj, on behalf of the hospital. May I also request Evangelist Vijay Das of the chaplaincy department, Dr. Suja Bedi of the nursing college, Mrs. Ansi Raj from the nursing school, Dr. Prabha Chandran on behalf of the paramedical institution, Mr. Akhil Das on behalf of the staff council, and on behalf of his favorite general nursing school students, Mrs. Vinita, representing the student community of the school. And on behalf of the institution, the directorate, all other officers of the institution, I will be placing. സന്തോഷത്തിൽ പ്രവേശിച്ച പ്രിയപ്പെട്ട ദേവഗോൾഡൻ അച്ഛന് വിട പറയുകയാണ്. രണ്ട് തരം വികാരങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. ഒന്ന്,
ഇനി നമുക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയില്ലല്ലോ എന്ന വേദന. മറുവശത്ത് അദ്ദേഹം സ്വർഗരാജ്യത്തിൻ്റെ സന്തോഷത്തിൽ പ്രവേശിച്ചെന്ന സന്തോഷം. തീർച്ചയായും ഈ നിമിഷം, ഈ ദിവസം ഒന്നിച്ച് മറക്കാനാവാത്തൊരു ദിവസമാണ്. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളുടെ ആശ്വാസത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഡോക്ടർ ബെന്നറ്റ് എബ്രഹാം വിശദമായി അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളെക്കുറിച്ച്, ഈ സ്ഥാപനത്തിൽ അദ്ദേഹം ചെയ്ത സേവനങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് അതൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല. അദ്ദേഹം 1968 ഓർഡിനേഷൻ ലഭിച്ചത്. തുടർന്ന് അദ്ദേഹം വർക്കല ലൈറ്റ് ടു ദ ബ്ലൈൻഡ് സ്കൂളിൽ സൂപ്രണ്ടായി സേവനം അനുഷ്ഠിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം യൂത്ത് വർക്കറായും സൺഡേ സ്കൂൾ രജിസ്ട്രാറായും സേവനം തുടർന്നു. ഡിസ്ട്രിക്ട് ചെയർമാനായിരിക്കുമ്പോൾ കാട്ടാക്കടയിൽ നിന്നാണ് അദ്ദേഹം പിന്നീട് അമേരിക്കയിൽ STM പഠനത്തിനായി പോയത്. അത് കഴിഞ്ഞ് 2008 അവിടുത്തെ സേവനം കഴിഞ്ഞ് വിരമിച്ചതിന് ശേഷം ഈ കാരക്കോണം ആശുപത്രിയിൽ ഓണററി ചാപ്ലിനായി വളരെ നല്ല സേവനം അദ്ദേഹം സമർപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ കൊച്ചമ്മ നമുക്കെല്ലാവർക്കും അറിയാം. അച്ഛനോടൊപ്പം നമ്മുടെ എല്ലാ സുഖദുഃഖങ്ങളിലും കൊച്ചമ്മയുണ്ടായിരുന്നു. ജമില ഗോഡ്വിൻ കൊച്ചമ്മ, മക്കൾ ഷെറിൻ എബ്രഹാം, അവരുടെ ഭർത്താവ് ശ്രീ ഹാൻസ് എബ്രഹാം, മകൻ ഷൈനർ ഗോഡ്വിൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ അനിത ഗോഡ്വിൻ, കൊച്ചുമക്കൾ ക്രിസ്റ്റീൻ എബ്രഹാം, ഏദൻ ഗോഡ്വിൻ, മിഖായൽ ഗോഡ്വിൻ. ഈ കുടുംബത്തിലെ എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹവും ആശ്വാസവും ലഭിക്കട്ടെ. അച്ഛൻ്റെ പ്രഭാഷണങ്ങളിൽ ആവർത്തിച്ച് എല്ലാ പ്രസംഗത്തിലും അദ്ദേഹം ഒരു വാക്ക് പറയും: ഷൈൻ ഫോർ ജീസസ്. അത് ഏത് സമയം പ്രസംഗിച്ചാലും അദ്ദേഹം അത് പറഞ്ഞിരിക്കും. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനത്തെ പ്രഭാഷണം 9/7 കഴിഞ്ഞ നമ്മുടെ ഈ ഫാഷൻ വീക്കിൻ്റെ ആ ദിവസത്തിന് മുമ്പ്, പാം സൺഡേക്ക് തൊട്ട് മുമ്പുള്ള ചൊവ്വാഴ്ചയാണ്. ആ ദിവസവും അദ്ദേഹം ഈ വാക്ക് ആവർത്തിച്ചു: ഷൈൻ ഫോർ ജീസസ്. അദ്ദേഹത്തിൻ്റെ ജീവിതം അങ്ങനെ തന്നെയായിരുന്നു. ഈ കാർഡിൽ ഒരു വിളക്കിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്, ലെറ്റ് യുവർ ലൈറ്റ് ഷൈൻ. അദ്ദേഹത്തിൻ്റെ ജീവിതം അങ്ങനെ നല്ല ശോഭയുള്ളതായിരുന്നു. ഹി വാസ് എ മാൻ ഓഫ് കമ്പാഷൻ. ആ വാക്ക് പൂർണ്ണ അർത്ഥത്തിൽ തന്നെ ഞാൻ ഉപയോഗിക്കുകയാണ്. ഹി വാസ് എ മാൻ ഓഫ് കമ്പാഷൻ. വേദനിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് വേദനിച്ചിരുന്നു. ഫീസ് കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള വിദ്യാർത്ഥിനികളെ കണ്ടാൽ അദ്ദേഹത്തിൻ്റെ മനസ്സലിഞ്ഞിരുന്നു. പ്രാർത്ഥനയ്ക്ക് വരുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ആ പ്രാർത്ഥന സാധാരണ ദീർഘമായ പ്രാർത്ഥനയല്ല, പക്ഷേ ആ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേക ശക്തിയുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന് ധാരാളം പേര് വന്നിരുന്നു. ഹി വാസ് എ മാൻ ഓഫ് ഇൻസ്പിറേഷൻ. ഒട്ടേറെ പേര്, പട്ടക്കാരെ, വിദ്യാർത്ഥികളെ, സ്റ്റാഫ് അംഗങ്ങളെ, രോഗികളൊക്കെ ഇങ്ങനെ ഒരു പോസിറ്റീവ് സ്റ്റോക്ക് കൊടുത്ത് എപ്പോഴും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം രോഗിയായി ICUവിലായിരിക്കുമ്പോഴും കാണാൻ പോകുമ്പോഴൊക്കെ വളരെ ബലഹീനമായ നിമിഷങ്ങൾ മുമ്പ് വരെ അച്ഛാ എന്നെ വിളിച്ചാൽ ഉടനെ ഒരു പുഞ്ചിരിയുണ്ട്, സന്തോഷമുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഇനി കുറച്ച് എനർജി കൂടെ എന്തോ ബാക്കിയുണ്ട്, അതും കൂടെ കഴിഞ്ഞാൽ ഞാൻ അങ്ങ് പോകും എന്ന് അദ്ദേഹം പറഞ്ഞു. ദിവസമാനോ ഒരു ദൈവമനുഷ്യനായിരുന്നു. അതിവിടെ സ്റ്റാഫംഗങ്ങൾക്കും രോഗികൾക്കും വിദ്യാർത്ഥികൾക്കുമൊക്കെ അദ്ദേഹം വരുമ്പോൾ, അദ്ദേഹത്തിൻ്റെ വാക്ക് കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തന്നെ ഒരു വലിയ ആശ്വാസമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടക്ക ആരാധനയിൽ ക്രമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന സുവിശേഷം 25-ാം അധ്യായം 23-ാം വാക്യം: യജമാനൻ നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിൽ വിചാരകനാക്കും. നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാം എന്ന് ആളോട് പറഞ്ഞു. അച്ഛൻ നമുക്ക് മുമ്പേ പ്രവേശിച്ചു. താങ്ക് യു.
ഇനി നമ്മൾ കാണുന്നതുവരെ ഗുഡ് ബൈ. സ്ഥാപനങ്ങളിലും കുടുംബങ്ങളിലും അച്ഛൻ്റെ പ്രവർത്തനം ത്യാഗപരമായി പ്രവർത്തിച്ച നിമിഷങ്ങളെ ഓർത്തു അച്ഛനെക്കുറിച്ച് അറിയിച്ച എല്ലാ വാർത്തകൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തു. ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഈ നിമിഷത്തിൽ ആശ്വാസത്തിൻ്റെ സമാധാന വാക്കുകൾ ദൈവമേ ഞങ്ങൾക്ക് ഉച്ചരിക്കുവാനും ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്ത ഈ അച്ഛനെ സ്മരിക്കുവാനും തന്ന കൃപകൾക്കായി ദൈവത്തെ സ്തുതിക്ക് മഹത്വപ്പെടുത്തുകയും ചെയ്യും. ധാരാളം വിദ്യാർത്ഥികൾ, ധാരാളം പാവപ്പെട്ടവർ, ജീവിത മണ്ഡലങ്ങളെല്ലാം തകർന്ന അനുഭവങ്ങളായിരുന്നവരെ ഫലപരമായി പ്രത്യാശയിലൂടെയും സ്നേഹത്തിലൂടെയും വചന ശുശ്രൂഷകളിലൂടെയും നൽകിയ ഓർത്ത് പ്രാർത്ഥിക്കും. അച്ഛൻ്റെ പാദങ്ങൾ പിന്തുടരുവാനും അച്ഛൻ്റെ വാക്കുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്തുവാനും സഹായിക്കുവാനാകണമെന്ന് പ്രവേശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. കർത്താവെ, എല്ലാവരോടും സ്നേഹത്തോടും സമാധാനത്തോടും ആശ്വാസത്തോടും നല്ല വാക്കുകൾ സംസാരിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത കൃപകൾക്കായി സ്തുതിക്കുന്നു. കർത്താവെ, ദൈവരാജ്യത്തിൽ ആത്മാവുള്ളതിനെ പൂർണ്ണ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ദൈവമാണ് ജീവൻ നൽകിയത്, ദൈവത്തിന് മാത്രമേ ജീവനെടുക്കുവാൻ അധികാരമുള്ള പ്രത്യേകം പ്രാർത്ഥിക്കും. ഞങ്ങൾ ഈ ലോകത്തിൽ ചികിത്സകൾ പ്രാർത്ഥനകളും ചെയ്യുന്നുവെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവിൽ എടുക്കപ്പെട്ട ആ ദുഃഖത്തിൽ നിങ്ങളായിരിക്കുന്നുവെങ്കിലും പ്രത്യാശയുടെ പാതയിൽ ദൈവത്തെ കാണാൻ പ്രത്യാശ നൽകിയ കൃപകൾക്കായിരിക്കും. കൊച്ചമ്മയെയും മക്കളെയും മരുമക്കളെയും ചെറുമക്കളെല്ലാം ഓർക്കണമേ. തുടർന്ന് ശുശ്രൂഷകൾക്കായി പ്രാർത്ഥിക്കുന്നു. അച്ഛന് വേണ്ടി നൽകിയ എല്ലാ വാക്കുകൾക്കായിട്ടും ശുശ്രൂഷയ്ക്കായിട്ട് സ്തുതിക്കുന്നു. ഈ സ്ഥാപനത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരെയും നന്ദിയോടെ ഓർക്കുന്നു. എല്ലാവരെയും കണ്ണീരിൽ തുടക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. ഓരോ ദിവസവും അച്ഛനെ ഓർക്കുവാനും അച്ഛൻ്റെ വാഹനങ്ങളിൽ അച്ഛൻ ഇരിക്കുന്ന സ്ഥലങ്ങളിലും സംസാരങ്ങളും യാത്രകളിലും ചിന്തിക്കുവാൻ സഹായിക്കണമേ. അപ്രകാരം ഞങ്ങൾ അച്ഛനെ പോലെ ജീവിച്ച് ദൈവത്തെത്തുവാൻ സഹായിക്കണമേ. ഈ ശുശ്രൂഷയിൽ പ്രവർത്തിച്ച എല്ലാ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ക്രിസ്തു യേശു മൂലം പ്രാർത്ഥനകൾക്ക് മറാകണം. സ്വർഗീയ പിതാവേ, ആമേൻ. കർത്താവ് പഠിപ്പിച്ചതുപോലെ നമുക്ക് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
നാമസ്കരിക്കപ്പെടണമേ, രാജ്യം വരണമേ, തിരുഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷപ്പെടുത്താവശ്യം ഉപയോഗിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമെന്നേക്കുമല്ലോ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വാസം പകരുന്ന പരിശുദ്ധാത്മാവിന്റെ നിരന്തര സാന്നിധ്യവും നാം എല്ലാവരോടും നിത്യത വരെയും ഇരിക്കുമാറാകട്ടെ.